ഇവരുടെ മഞ്ഞക്കണ്ണട മാറ്റി വെച്ച് ഇതൊക്കെ വായിച്ചാൽ യാതൊരുവിധ പ്രശ്നമില്ല. അവിടെ സ്ത്രീകളുണ്ട് എന്ന് പറയുമ്പോൾ അത് ഇവിടെ ഏതെങ്കിലും ഒരു രാജ്യത്ത് സെക്സ് ടൂറിസം ഒക്കെ ഉള്ള നാട്ടിലെ കുത്തഴിഞ്ഞ ജീവിതം പോലെയാണ് അവർ കാണുന്നത്. അവരെങ്ങനെയാണ് ഇതൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. പരലോകത്ത് സ്വർഗത്തിൽ മദ്യമുണ്ട് എന്ന് പറയുമ്പോൾ ഇവിടുത്തെ ഏതെങ്കിലും പബ്ബുകളിലോ ക്ലബ്ബുകളിലോ ലഹരി ഉപയോഗിച്ച് അടിയുണ്ടാക്കുന്ന ഒരു ലോകമാണ് അവരുടെ മനസ്സിൽ വരുന്നത്. അപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്ന, നിങ്ങൾ കാണുന്ന, നിങ്ങൾ വീക്ഷിക്കുന്ന നിങ്ങളുടെ കണ്ണട, മഞ്ഞക്കണ്ണട മാറ്റിവെച്ച് സ്വർഗത്തെ ഇസ്ലാം പറയുന്ന ഒരു പരിപ്രേക്ഷ്യത്തിൽ കണ്ടാൽ അത് മനോഹരമായ ആസ്വാദനത്തിൻ്റെ ഒരു ലോകമായി ഇസ്ലാം പരിചയപ്പെടുത്തുന്നു. സ്വർഗത്തെക്കുറിച്ച് പറയുമ്പോൾ എനിക്കൊന്നൊരു ക്ലിപ്പ് ഇവിടെ കേൾപ്പിക്കൽ ആവശ്യമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് കേൾപ്പിക്കാൻ പറ്റുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഒന്നുമില്ല, എന്താണ് അവിടെ അമ്മ? ഇവിടെ പലരും പറയുന്നുണ്ട് അവിടെ സ്വർഗമുണ്ടും നഗരമുണ്ടും എന്നൊക്കെ. അങ്ങനെ വല്ലതും ഉണ്ടാ? ഇന്നാളൊരു മൊല്ലാക്ക പറയണ്ടായിരുന്നു, സ്വർഗം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുഴകളാണത്രേ. ഒന്ന് തേനിൻ്റെ പുഴ, ഒന്ന് പാലിൻ്റെ പുഴ, ഒന്ന് മദ്യത്തിൻ്റെ. എന്ത് വൃത്തികേടായിരിക്കും പുഴയെ കൂടി പാലൊഴുകി വന്നത്. അതൊക്കെ നമ്മൾ ഒരു കുപ്പിയിൽ വാങ്ങിക്കുമ്പോൾ അല്ലേ അതിൻ്റെ സൗന്ദര്യമുള്ളൂ, അല്ല പുഴയെ കൂടി പാലൊഴുകി വന്നി. അപ്പോൾ ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒരു എന്താ ഇതിനൊക്കെ പറയാ, അയാൾ പറയുന്ന ഒരു പുഴയുടെ ഒരു പാലിൻ്റെ പുഴ ഒഴുകുന്നത് എന്തൊരു വൃത്തികേടായിരിക്കും. അയാൾ പുഴ എന്ന് കണ്ടിട്ട് നമ്മുടെ നാട്ടിലല്ല പുഴയായിരിക്കും, സ്വന്തം നാട്ടിലൂടെ തൻ്റെ വീടിൻ്റെ മുമ്പിലൂടെ ഒഴുകുന്ന വൃത്തികെട്ട പുഴയായിരിക്കും ഇയാൾ പുഴ മനസ്സിലാക്കിയിട്ടുണ്ടാകും. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് വെച്ചാൽ സ്വർഗത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരുക്കി വെച്ചിരിക്കുന്ന വിഭവങ്ങൾ, ആ വിഭവങ്ങൾ ഇപ്പോൾ സ്വർഗത്തിൽ ഒരുപാട് പഴങ്ങളുണ്ട്. ആ പഴങ്ങളൊക്കെ ഒന്ന് തിന്നു തീർക്കാൻ മനുഷ്യന് കഴിയില്ല. സ്വർഗത്തിൽ എല്ലാ വിഭവങ്ങളും പൂർണ്ണമായി ആസ്വദിച്ച് തീർക്കാൻ മനുഷ്യന് കഴിയില്ല. പിന്നെ എന്തിനാണ് ഈ പുഴകൾ? അത് അള്ളാഹു സുബ്ഹാനഹു വ തആല വിശദീകരിക്കുന്നുണ്ട്. ഖുറത്തു അയ്ൻ, മനുഷ്യൻ്റെ കൺകുളിർമ എന്നതൊരു പ്രധാനപ്പെട്ട വിഷയമാണ്. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആ സ്വർഗത്തിലുള്ള പുഴയിലെ മുഴുവൻ പാലും കുടിച്ചു തീർക്കുക എന്നത് ആ സ്വർഗത്തിലെ വിശ്വാസികളുടെ ലക്ഷ്യമല്ല. അതല്ലെങ്കിൽ സ്വർഗത്തിലൂടെ ഒഴുകുന്ന ആ ഒരു തേനുകൾ മുഴുവനും കുടിച്ചു തീർത്ത് വയറ് വീർപ്പിക്കുക എന്നുള്ളതല്ല ലക്ഷ്യം. അത് കാണുമ്പോൾ ഒരു കൺകുളിർമയുണ്ട്. അത് ശരിക്ക് കുറച്ചൊക്കെ സൗന്ദര്യബോധമുള്ള ആളുകൾക്ക് മനസ്സിലാവുള്ളൂ. ഈ സ്വർഗം നരകമൊക്കെ പറഞ്ഞ് ഈ വൃത്തികേടുകളൊക്കെ തലയിൽ കയറ്റിച്ച ആളുകൾക്ക് അതൊന്നും തിരിയില്ല. ഇപ്പോൾ ഒരു മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു പറഞ്ഞ സ്വർഗത്തിൻ്റെ ഒരു പാലിൻ്റെ പുഴയുണ്ട്, നല്ല തെളിമയുള്ള വെള്ളത്തിൻ്റെ പുഴകളുണ്ട്, മദ്യത്തിൻ്റെ പുഴകളുണ്ട്, അതുപോലെ തന്നെ നല്ല തേനിൻ്റെ പുഴകളുണ്ട്. ഇതൊക്കെ കാണുമ്പോൾ ഉണ്ടാകുന്ന മനുഷ്യനൊക്കെ കൺകുളിർമുണ്ട്. മാത്രമല്ല ഒരു മനുഷ്യൻ്റെ ഫിത്രത്തിൻ്റെ ഭാഗമാണ്. നിങ്ങൾ ചിന്തിച്ചു നോക്കി, നമ്മൾ ഒരു കടൽ തീരത്തേക്ക് പോകുന്നു. ആ കടൽ തീരത്തേക്ക് മനുഷ്യന്മാർ പോകുന്നത് എന്തിനാ? കടത്തെ വെള്ളം കുടിക്കാനാണോ? കടലെ വെള്ളം ആരെങ്കിലും കുടിക്കലുണ്ടോ? ഒരു വെള്ളം കാണുമ്പോൾ മനുഷ്യൻ്റെ മനസ്സിലുണ്ടാകുന്നൊരു ആശ്വാസമുണ്ട്. ഇപ്പോൾ ചില ആളുകളൊക്കെ ഈ പുഴയുടെ പക്കത്ത് വീടെടുക്കും, അതല്ലെങ്കിൽ കടലിലെ ബീച്ചിൻ്റെ അടുത്ത് വീടെടുക്കും. അതിനാൽ വെള്ളം കാണുമ്പോൾ മനുഷ്യനൊരു മാനസികമായ സംതൃപ്തി ഉണ്ട്. അതുപോലെ തന്നെ ഒരു വെള്ളം കുടിച്ചാൽ കിട്ടുന്നൊരു സംതൃപ്തി ഉണ്ട്. അത് ശരീരത്തിൽ ഒഴിക്കുമ്പോൾ കിട്ടുന്ന സംതൃപ്തി ഉണ്ട്. അപ്പോൾ ഒരു വെള്ളം എന്ന് പറയുന്നത് ഒരു കുടിക്കാൻ മാത്രമുള്ളതല്ല. ഒരു പാലെന്ന് പറയുന്നത് ഒരു മനുഷ്യൻ്റെ കുടിച്ചുകൊണ്ടുള്ള ആസ്വാദം, അത് കാണുമ്പോൾ തന്നെ ഒരു ഭംഗിയുണ്ട്. ഈ രൂപത്തിലാണ് പലപ്പോഴും ഒരു മനുഷ്യൻ്റെ ഒരു സ്വബോധത്തെ പോലും, അല്ലെങ്കിൽ അടിസ്ഥാനപരമായ ഫിത്രത്തിനെ പോലും, സൗന്ദര്യബോധത്തെ പോലും ചോദ്യം ചെയ്തുകൊണ്ടാണ് പലപ്പോഴും ഇത്തരം ആളുകൾ സ്വർഗത്തൊക്കെ മനസ്സിലാക്കിയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ വളരെ സങ്കടകരമായ ഒരു കാര്യം. ഇവർ ആരെങ്കിലും വെള്ളച്ചാട്ടം കാണാനൊക്കെ പോവുകയാണെങ്കിൽ ഇവർ പറയുന്നതാ, വെള്ളം എന്ന് പറഞ്ഞാൽ കുടിക്കാനല്ല, ഗ്ലാസ് കുടിച്ചാൽ പോരെ, എന്തിനാ ഇങ്ങനെ ഇതിങ്ങനെ താഴോട്ട് വരുന്നത് കാണാൻ പോകുന്നുണ്ടെന്ന് ആവശ്യമെന്നായിരിക്കും ഇവർ ചോദിക്കുക. അപ്പം വെള്ളച്ചാട്ടോ അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ബീച്ചിൽ പോകുന്നതിലൊന്നും കാര്യമില്ല, കടലിൽ ഇങ്ങനെ കുറേ വെള്ളം, അതുകൊണ്ട് കാര്യമില്ലല്ലോ, നമുക്ക് വേണ്ട വെള്ളം നമ്മൾ ഗ്ലാസ്സിൽ കുടിച്ചാൽ പോരെ എന്ന് ചോദിക്കുന്ന എത്രത്തോളം ബാലിശമാണ്. അതുപോലെയാണ് ഈ ചോദ്യം എന്ന് പറയുന്നത്. അവിടെ ആ കൺകുളിർമ എന്ന് പറയുന്നത് അതിൻ്റെ ഒരു എയ്സ്തറ്റിക്സ് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. അതേപോലെ തന്നെ ഇവർ മനസ്സിലാക്കുന്നത് വെച്ചാൽ അനന്തമായ ലോകം എന്ന് ചില ആൾക്കാരൊക്കെ പറയുന്ന, ഇതിനോട് കണക്ട് ചെയ്ത് പറയാൻ പറ്റുന്നത്, അനന്തമായ ലോകം എന്ന് പറഞ്ഞാൽ അതൊരു ബോറൻ പരിപാടിയല്ലേ എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. ഇവിടെ ഇവർ മനസ്സിലാക്കുന്നത് വെച്ചാൽ നമ്മുടെ ലോകത്ത് ശരിയാണ്, നമുക്ക് ചില കാര്യങ്ങൾ ആസ്വദിച്ച് കുറച്ച് കഴിയുമ്പം അതിനോടൊരു മടുപ്പ് തോന്നുക. നമ്മൾ മനസ്സിലാക്കേണ്ടത് സ്വർഗം എന്ന് പറഞ്ഞാൽ വേറൊരു ലോകമാണ്, നമ്മുടെ മരണത്തിന് ശേഷമുള്ള ലോകമാണ്. നമ്മൾ ഇവിടുത്തെ ഓരോ ബയോളജി, ഇവിടുത്തെ ഡോപ്പമിനും ഇവിടുത്തെ ഓക്സിറ്റോസിനൊക്കെ തന്നെയാണ് അവിടെയും എന്ന രൂപത്തിൽ, അതായത് നമ്മൾ ചില കാര്യങ്ങൾ ആസ്വദിച്ച് കുറച്ച് കഴിയുമ്പോൾ അത് മടുക്കുക, ഇങ്ങനെയുള്ള അതേ സെറ്റിങ്ങിൽ തന്നെയാണ് സ്വർഗവും എന്നൊക്കെ മനസ്സിലാക്കുന്ന രൂപത്തിൽ, അതായത് ഒരു വേറെ ലോകത്തെക്കുറിച്ച് നമുക്കൊന്നും സങ്കല്പിക്കാൻ കഴിയാത്തത് എന്നും പടച്ചവൻ തന്നെ പറഞ്ഞിട്ടുള്ള ഒരു ലോകത്തെക്കുറിച്ച് ഈ ലോകത്തിൻ്റെ പരിമിതികളിൽ നിന്നുകൊണ്ട് ഇങ്ങനെ ആലോചിച്ചിട്ട് കമൻറ്റ് പറയാം.
എന്നിട്ട് അത് വലിയൊരു ഭൗതികമായ ട്രോളാണെന്ന് വിചാരിക്കുക എന്ന് പറയുന്നത് തന്നെ കുറച്ചൊരു അല്പത്തരം നിറഞ്ഞൊരു കാര്യം കൂടിയാണെന്നുള്ളതാണ് അതിൽ പറയാൻ. അല്ലേ ഈ ബോറടിക്കുന്ന വിഷയം പറഞ്ഞപ്പോൾ ഒരു പിന്നെ കാര്യം കൂടി ചേർക്കണം എന്ന് വെച്ചാൽ ഇപ്പോൾ പിന്നെ ഈ വിമർശകരൊന്നും യഥാർത്ഥത്തിൽ ഇസ്ലാമിനെ പഠിക്കാറില്ല. ഇസ്ലാമിൻ്റെ ഒരു പ്രമാണവും ഈ ആളുകൾക്കൊന്നും അറിയില്ല. എവിടെങ്കിലും എന്തെങ്കിലും ചില വാല് കടിച്ചിട്ടാണ് ഈ പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ഹദീസിൽ കാണാം, ഇപ്പോൾ സ്വർഗത്തിലെ വെള്ളിയാഴ്ചകളെ പറ്റി പറയുന്നുണ്ട്. പിന്നെ പ്രവാചകൻ്റെ ഹദീസിൽ കാണാം, ഒരു വെള്ളിയാഴ്ച ആ സ്വർഗത്തിലെ ഒരു ഭർത്താവ് ഒരു അങ്ങാടിയിലേക്ക് പോകുന്നു. അയാൾ തിരിച്ചു വരുമ്പോൾ ഭാര്യ പറയുന്നു, നിങ്ങളുടെ സൗന്ദര്യം വർദ്ധിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ഭാര്യയെക്കുറിച്ച് ഭർത്താവ് പറയുന്നു, നിൻ്റെയും സൗന്ദര്യം വർദ്ധിച്ചിട്ടുണ്ടല്ലോ. ഈ ഹദീസ് വിശദീകരണം പണ്ഡിതന്മാർ പറയണം, ഓരോ ആഴ്ചയിലും സ്വർഗത്തിലെ മാറ്റങ്ങൾ സംഭവിക്കുന്നു, സ്വർഗത്തിലെ മനുഷ്യന്മാരുടെ സൗന്ദര്യത്തിലും മാറ്റങ്ങൾ സംഭവിക്കുന്നു. അപ്പോൾ ഈ മടുപ്പ് വരിക എന്നുള്ളത് ഈ ആളുകൾക്ക് പിന്നെ ഒരു വിവരക്കൂട് കൊണ്ട് പറയാം. സ്വർഗത്തിൽ ഒരിക്കലും മടുപ്പ് വരില്ല. കാലങ്ങളോളം യുഗങ്ങളോളം താമസിച്ചാലും ഒരു മനുഷ്യന് മടുപ്പ് വരാത്ത രീതിയിൽ മനുഷ്യൻ്റെ മനഃശാസ്ത്രമറിയുന്ന മനുഷ്യനെ പടച്ചവൻ തന്നെയാണ് സ്വർഗത്തെയും പടച്ചത് എന്ന് പ്രാഥമികമായ ബുദ്ധി ഈ ആളുകൾക്ക് ഉണ്ടായാൽ മതി. പാല് കുപ്പിയിൽ കിട്ടിയാലല്ലേ ടേസ്റ്റ് ഉള്ളൂ എന്ന് പറയുമ്പോൾ ഇയാൾ വിചാരിച്ചത് മൂപ്പര നാട്ടിൽ കൂടെ ഓടുന്ന പെരിയാർ പാലായാൽ ചിന്തിച്ചിട്ടുണ്ടാവും. സ്വർഗം എന്ന് പറഞ്ഞാൽ ഒരു കണ്ണും കണ്ടിട്ടില്ലാത്ത, ഒരു കാതും കേട്ടിട്ടില്ലാത്ത, ഒരാൾക്കും ഭാവനയിൽ പോലും സങ്കല്പിക്കാൻ കഴിയാത്ത പാലിൻ്റെ പുഴ എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിലൊരു ചിത്രം വരുന്നുണ്ടെങ്കിൽ അതല്ല, അത് തീർത്തും വ്യത്യസ്തമാണ്. അതിന് അതിൻ്റേതായ മനോഹാരിതയുണ്ട്, ഭംഗിയുണ്ട്, രുചിയുണ്ട്, എല്ലാം ഉണ്ട്.